ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല നാടൻ നെല്ലിക്ക അച്ചാറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ദേ കണ്ടല്ലോ, ഞാൻ നെല്ലിക്ക ആദ്യം തന്നെ വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം നമ്മളിങ്ങനെ മുറിക്കേണ്ട ആവശ്യമില്ല, അതിങ്ങനെ കുരുവിനകത്തുനിന്ന് വേർപെട്ട് വരും. അതുപോലെ തന്നെ ഒട്ടും കയ്പും ഉണ്ടാവില്ല. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നെല്ലിക്ക നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അത് എന്താ പറയുക, അരിയിലൊക്കെ വേർതിട്ട് ഇതുപോലെ പൊട്ടി വരും കേട്ടോ. അതാണ് നമ്മുടെ പരുവ്. അപ്പോൾ എല്ലാ നെല്ലിക്ക അതുപോലെ ആയിട്ട് നമുക്ക് ഓഫ് ആകാം. ഒരു എല്ലാമൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫായിട്ടുണ്ട് കണ്ടോ, അതൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കട്ടെ. തണുത്തിട്ട് നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് ആക്കിയെടുക്കാം. നെല്ലിക്ക നന്നായിട്ട് തണുത്തിട്ടുണ്ട്, വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് എടുക്കാം. അതിനെ കത്തിയൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മൾ തിളപ്പിക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് വെന്ത് ഇതുപോലെ വന്നോളും. നമുക്ക് ആ കുരു മാത്രം മാറ്റാം. നെല്ലിക്ക ഇതുപോലെ പീസുകളാക്കി നമുക്ക് കൈവച്ച് തന്നെ ഒന്ന് മുറിച്ചെടുക്കാൻ പറ്റും കണ്ടോ. നമുക്ക് എല്ലാം ഇതേപോലെ കുരുവൊക്കെ മാറ്റിയിട്ട് കഷ്ണങ്ങളാക്കി എടുക്കാം. നമ്മൾ നെല്ലിക്കയൊക്കെ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. അതേ കണ്ടോ, കൈ കൊണ്ട് തന്നെ നമുക്ക് മുറിച്ചെടുത്ത് ഇതേപോലെ പീസാക്കി വെക്കാൻ പറ്റും. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ മതി, ഒരുപാട് എണ്ണ ആവശ്യമില്ല. ഇതൊരു ഏകദേശം 3 സ്പൂൺ എണ്ണ ഉണ്ടാവും. ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടാവുമ്പം നമുക്കതിൽ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 വറ്റൽമുളക് കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. രണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാൻ ഒരു കുടം വെളുത്തുള്ളി മുഴുവൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു വലിയ എന്താ പറയുക, ഒരു ഉണ്ട വെളുത്തുള്ളി ഇല്ലേ, അത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒന്നുകിൽ ലോ ഫ്ലെയിം ആക്കാം, അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് ചേർത്താലും മതി. ആദ്യം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു ഈ സ്പൂൺ, ഒരു 2.5 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. കരിഞ്ഞു പോകരുത്, നിറക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരല്പം ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പൊടികൾ കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. ഞാനിതിലേക്ക് കുറച്ച് അച്ചാർ പൊടി കൂടി ചേർക്കുന്നുണ്ട്. പിക്കിൾ പൗഡർ ഒരു സ്പൂൺ പിക്കിൾ പൗഡർ കൂടി ചേർത്തിട്ടുണ്ട്. പൊടികളൊക്കെ നന്നായിട്ട് മൂത്തു, നല്ലൊരു മണം വരുന്നുണ്ട്. കരിഞ്ഞു പോകരുത് കേട്ടോ. ഒന്നുകിൽ ലോ ഫ്ലെയിം ആക്കുക, അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് പൊടികളൊക്കെ ചേർത്ത് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി എടുത്താലും മതി. പിന്നെ അതിലേക്ക് ഒരു അല്പം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അച്ചാറിന് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് കായപ്പൊടി കേട്ടോ. ആ ഒരു മണമൊക്കെ കൊടുക്കുന്നത് കായമാണ്. ഒരല്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് സാധാരണ ഗതി ചിലർ അച്ചാർ പൊടിയൊക്കെ ചേർത്താൽ കായം ചേർക്കാറില്ല. എന്നാലും നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കുക, ഒരു പ്രത്യേക ടേസ്റ്റാണ്. പൊടികളൊക്കെ മൂത്തു. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്, ഇത് ഞാൻ വിനാഗിരിയും വെള്ളവും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഫുള്ളായിട്ട് വിനാഗിരി അല്ല ചേർക്കുന്നത്, കുറച്ച് വിനാഗിരിയും ബാക്കി വെള്ളമാണ്. നമുക്കത് ഇതിലേക്ക് ചേർക്കാം. ഇതാണ് നമ്മുടെ അച്ചാറിൻ്റെ ഗ്രേവി. എടുത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്കയ്ക്ക് അനുസരിച്ചിട്ട് വേണം ഗ്രേവി ചേർത്ത് കൊടുക്കാൻ. അപ്പം ഒരുപാട് നെല്ലിക്ക ഉണ്ടെങ്കിൽ ഗ്രേവിയും കുറച്ച് കൂടുതൽ എടുക്കും. ഒരുപാട് വെള്ളം പോലെ കിടക്കണ്ട, നമുക്കൊരു തിക്ക് പരുവത്തിലാണ് ഈ അച്ചാർ എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് മാത്രം ഗ്രേവി തയ്യാറാക്കിയാൽ മതി. ഈ ഗ്രേവി നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് നെല്ലിക്ക ഇട്ട് കൊടുത്താൽ മതി. നെല്ലിക്ക ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചതാണല്ലോ, അപ്പം അതിനി കൂടുതൽ വേവൊന്നും വേണ്ട. ഇത് തിളച്ചിട്ട് നെല്ലിക്ക ഇട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. തിളച്ച് വരുമ്പോൾ തന്നെ നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട്
എന്തായാലും ഒരു പൊടിക്കൊരു ഉപ്പ് കൂടുതൽ കിടക്കുന്നത് നല്ലതാണ്. ആ നെല്ലിക്കയിലൊക്കെ അത് പിടിക്കണമല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കുറുകുന്നുണ്ട്. ഇനി നമുക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. നെല്ലിക്ക ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെല്ലിക്ക ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് അങ്ങ് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതിനകത്ത് കിടന്ന് ഒന്ന് മിക്സായിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നെല്ലിക്ക അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഒട്ടും കയ്പുണ്ടാവില്ല. നല്ല ടേസ്റ്റാണ്. നന്നായിട്ട് വേവിച്ചിട്ട് ചെയ്താൽ മതി. ഇതിൽ ചേർത്തിട്ട് പിന്നെ വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.